സ്ഥലവും കാര്യങ്ങളൊക്കെ അവസാനം പറഞ്ഞുതരാം. അപ്പം ജസ്റ്റ് നിങ്ങൾ ആ വീഡിയോയും ആ വ്യൂ പോയിൻ്റെല്ലാം നോക്ക്. നിങ്ങൾക്ക് വൈബിന് ഒത്തെങ്കിൽ ലാസ്റ്റ് ഒരു ലൊക്കേഷൻ കണ്ടു വരിക. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് പോകുമ്പോൾ എല്ലാവരും വീഡിയോ കണ്ടിട്ട് മെയിനായിട്ട് നോക്കാൻ സൺക്രീമും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. കാരണം ഇന്നലെ പോയപ്പോൾ ചെറിയൊരു അബദ്ധം പറ്റി. സൺക്രീം ഒന്നും ഇട്ടില്ല, നല്ല രീതിയിൽ വെയിലടിച്ച് താനടിച്ചതാ പറ്റി ഫുള്ള് പോയിട്ടുണ്ട്. സോ ഇന്നത്തെ കാര്യം നമുക്ക് പോയിട്ട് കാണാം. ഇവിടെ നിന്നാണ് ഫസ്റ്റ് നമുക്ക് ലെഫ്റ്റ് നമുക്ക് പോകുന്നത്തോട്ടുള്ള എൻട്രി ഇതാണ് വളക്കേരി എന്ന് പറയും. ഇവിടെ വരെ നമുക്ക് ബസ്സും കാര്യങ്ങളെല്ലാം ബസ് സ്റ്റോപ്പ് ഉണ്ട്. മാളൂർ പോകുന്നൊരു ബസ് കയറി ഇങ്ങോട്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് നമുക്ക് ഒന്നെങ്കിൽ ഓട്ടോ എടുക്കുക അല്ലെങ്കിൽ ബൈക്ക് കാറോ എന്നെങ്കിൽ നമുക്ക് പോകാൻ പറ്റും. ഇവിടെ നിന്നാണ് നമ്മൾ നോർമലി സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ അത്യാവശ്യം ഇനി കുറച്ച് ദൂരമുണ്ട്. ഇനി നമുക്കിങ്ങനെ നമ്മൾ ഹെയർ പിൻ വളവ് പോലെ കുറേ വളഞ്ഞു കയറാറുണ്ട് കുറച്ചും കൂടെ കൂടി ചെന്ന് കഴിയുമ്പോൾ. ഇന്നലെ കുറേ ആൾക്കാർ ചോദിച്ചായിരുന്നു പിന്നെ നടന്നല്ലാതെ മണ്ടയ്ക്ക് കയറാൻ എന്തെങ്കിലും വഴിയുണ്ടോ. ഇത് ട്രക്കിങ്ങിന് വേണ്ടവർക്ക് ഇങ്ങനെ ട്രക്ക് ചെയ്ത് ഇതിലേ കൂടെ കയറി പോവാം. അല്ലാതെ ബൈക്കിന് പോകേണ്ടവർക്ക് കാറൊക്കെ ആണെങ്കിൽ അവർക്ക് മണ്ട വരച്ചെല്ലാം വേറെ വഴിയുണ്ട്. നടന്നു പോകുന്നവരൊക്കെ ട്രക്കിംഗ് ടൈപ്പ് കയറുന്നിറങ്ങിയിട്ട് അവർക്ക് ഇതുപോലെ പോകാൻ വേണ്ടി പറ്റിൻ്റെ ഇടയ്ക്ക് കൂടെ നോർമലി ഇവിടെ നടന്നും പോവാം. അതല്ലെന്നുണ്ടെങ്കിൽ ഇതുപോലെ കാറോ ബൈക്കോ എന്നുണ്ടെങ്കിൽ മണ്ട വരെ ചെല്ലുകയും ചെയ്യാം. നമുക്ക് വ്യൂ പോയിന്റ് കാണുന്നുണ്ടെങ്കിൽ കാരണം കഴിഞ്ഞ വീട്ടപ്പോൾ എല്ലാവരും ചോദിച്ചായിരുന്നു ഇത്രയും തോന്നി ഞങ്ങൾക്ക് നടക്കാൻ പറ്റത്തില്ല, അപ്പോൾ എങ്ങനെയാണ്. ഇതിനകത്ത് ട്രക്കിങ് ചെയ്യുന്നവർക്കുണ്ടെങ്കിൽ ട്രക്കിങ് ചെയ്യാൻ വേണ്ടിയുള്ളതുണ്ടെങ്കിൽ വഴി നോക്കിയിട്ടുണ്ട്. നമ്മൾ ഏറെക്കുറെ പെട്ടെന്ന് അതിൽ മണ്ടയിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ എന്നാലും വണ്ടി വന്നത് നമുക്ക് ഈ ഒരു ടോപ്പിൽ തന്നെ നമ്മൾ വന്നെത്തുന്നത്. നടക്കാൻ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് അങ്ങനെ വരാം. ഇവിടെ എന്തോ ഉത്സവം അങ്ങോട്ട് എന്തോ ടൈം കഴിഞ്ഞെന്ന് തോന്നുന്നു. എല്ലാം ഊരിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഫങ്ഷനൊക്കെ ഉണ്ടായിരുന്നു നോക്കും പിന്നെ കഴിഞ്ഞു. പക്ഷേ ഇവിടെ ഒരു നല്ല വ്യൂ ആണ്. ഇങ്ങനെ ബാക്കിയുള്ള വീഡിയോസ് ഞാൻ കാണിച്ചു തരാം. അത്യാവശ്യം അങ്ങനെ നോർമലി തിരക്കുകളൊന്നും ഇവിടെ ഇല്ല. ഇവിടെ ഇപ്പോൾ എന്തോ ഫങ്ഷനോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇപ്പോൾ അത്യാവശ്യം എന്തോ എല്ലാം റിമൂവ് ചെയ്തോണ്ടിരിക്കുക കാര്യങ്ങളില്ല. ഇവിടുത്തെ എല്ലാം അത്യാവശ്യം നമ്മൾ ഇന്നലെ പോയതിൻ്റെ വേറൊരു ടോപ്പ് വ്യൂ. കാരണം ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ കുളം ട്രക്ക് ചെയ്ത് കയറുക അങ്ങനത്തെ വലിയ റിസ്ക് ഇല്ല. കാരണം നോർമലി ട്രക്ക് ചെയ്ത് വരുന്നത് സ്റ്റെപ്പ് ഉണ്ട്. അത് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. നമ്മളിപ്പോൾ നോർമലി ബൈക്കിൽ തന്നെയാണ് വന്നേക്കുന്നത് ഉണ്ടാവുക. അപ്പോൾ നമുക്ക് ആ ട്രക്കിങ്ങിൻ്റെ ഒന്നും കാണിക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് ഇവിടെ നോർമലി ഇപ്പോൾ എവിടെയൊക്കെ നടന്നില്ല. നോർമലി അതിൻ്റെ ഉള്ളോട്ട് ഞാൻ കാണിച്ചു തരാം. അവിടെ എങ്ങനെ എന്നിട്ട് ഈ പുറത്തെ വ്യൂ ഞാൻ അല്ലാതെ സെപ്പറേറ്റ് കാണിച്ചു തരാം. ഞാൻ നോർമലി നമ്മൾ അകത്തോട്ട് കയറുന്ന വ്യൂ. ഇവിടെയും നല്ല കാറ്റാണ് അത്യാവശ്യം. എന്തോ എനിക്കൊന്ന് കല്യാണമല്ല എന്തോ ഡാൻസിങ് പ്രോഗ്രാമൊക്കെ തോന്നുന്നു. ഇവിടെ ഡാൻസും കാര്യങ്ങളൊക്കെ അവർ നടത്തും ഈ മണ്ഡപത്തിൽ. ഇനി അത് ഈ സ്റ്റേജും കാര്യങ്ങളൊന്നും ഇവിടെ വരത്തില്ല. ഇതിനകത്ത് ഈ മണ്ഡപം മാത്രമാണുള്ളത്. അത് ഓരോരോ പാർട്ടി കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എന്തൊക്കെയുണ്ട് കൂടുതൽ നമുക്കറിയില്ല. അമ്പലം ആ ഒരു വൈബിൽ ഇതിൻ്റെ ഉള്ളൊന്നും അങ്ങനെ നമുക്കറിയത്തില്ല. ജസ്റ്റ് നമുക്ക് പോയി നോക്കാം. ആ പരിപാടി പ്രമാണിച്ച് അകത്ത് അത്യാവശ്യം എല്ലാവരും ഇവിടെ ഇങ്ങനെയൊക്കെയാണോ ഒരുക്കുന്നത്. വാഴയും പൂക്ക് വെച്ച് നമുക്ക് വലിയ ഐഡിയ ഇല്ലല്ലോ. കൊള്ളാം. ഇവിടെ കൂടുതൽ നമ്മുടെ നാട്ടിലെ പോലെയല്ല, മൊത്തം പാറയ്ക്കകത്താണ്. അതും ഒത്തിരി വർഷങ്ങൾക്ക് മുന്നേ ചെയ്തുകൊണ്ടായിരിക്കും ഈ ഫുൾ അമ്പലങ്ങളിലും പാറ അങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ പിന്നെ കുറേ സ്ഥലങ്ങളിൽ ജസ്റ്റ് കന്നഡ മാത്രമല്ല ഇംഗ്ലീഷിൽ എഴുതിയിട്ടുണ്ട് ഇന്ന കാര്യങ്ങളൊക്കെ. പുറത്തോട്ട് പോകാതിരിക്കും അറിയില്ല. നമ്മൾ ചെല്ലുന്ന സമയങ്ങളുണ്ടായി ഒരാളില്ലാത്ത കറക്റ്റ് സമയങ്ങൾ നോക്കി വരുന്നത്. ഇത് ഞാൻ പറഞ്ഞതുണ്ട്. ഇവിടെയൊക്കെ ജസ്റ്റ് ഇംഗ്ലീഷിൽ എഴുതിയിട്ടുണ്ട് കാര്യങ്ങളൊക്കെ. പിന്നെ അത്യാവശ്യം നല്ലൊരു വ്യൂ ആണ്. ഇവിടെ മറ്റിനേക്കാളും എനിക്ക് കുറച്ചുകൂടെ ഫോട്ടോ എടുക്കാൻ കുറച്ചും കൂടെ നല്ല സ്ഥലമാണെന്ന് തോന്നിയത്. പുറത്തായാലും ഒരു പ്രത്യേകതരം വ്യൂ ആണ്. ഇവിടെ എന്തോ നല്ല പരിപാടിയാണെന്ന് തോന്നുന്നു. എന്നാ കഴിഞ്ഞെന്ന് നമുക്ക് വലിയ പിടുത്തമില്ല. അതുകൊണ്ടെല്ലാം ഊരുന്നുണ്ട്. ലൈറ്റും കാര്യങ്ങളൊക്കെ ഇട്ടിരുന്നു. എല്ലാം മീൻ അവർ പൂരിക്കൊണ്ടിരിക്കുക. ഇത്രയാണ് നമ്മൾ അകത്ത് ഇതിനകത്ത് കാണാൻ വേണ്ടിയുള്ളത്. പക്ഷേ ഈ കസേരയൊക്കെ ഇല്ല. നിങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ടു കഴിഞ്ഞാൽ സെറ്റായിരിക്കും. ഇതൊന്നും ഇവിടെ വരുന്നില്ല. ഇതൊക്കെ ഇപ്പോൾ അവർ സെറ്റിങ്സ് ആയിട്ട് ഇട്ടേക്കുന്നതാണ് എന്തോ. ഒത്തിരി നടക്കാതെ ഒന്ന് കാണാൻ പറ്റുന്നെങ്കിൽ ഇത് രണ്ടും ഓക്കെയാണ്. ഇപ്പം നടന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇതിലെ കൂടെ നടന്നു വരാം. അത്യാവശ്യം നടന്നു വരുമ്പം
ഇതിൻ്റെ സെൻറ്ററിൽ കൂടെ വരുന്ന പോലെ നമ്മൾ വണ്ടി വരുമ്പോൾ സൈഡിൽ കൂടെ കറങ്ങി വരുന്നത്, അതായത് മൗണ്ടൈൻ്റെ സൈഡിൽ കൂടെ ഇങ്ങനെ നമ്മൾ റൗണ്ട് ചെയ്ത് വരുന്നത്. അപ്പോൾ ഇത് രണ്ടും രണ്ട് ഫീലാണ്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അപ്പുറത്തുള്ള ഏരിയയും കാര്യങ്ങളും കണ്ടുവരാം. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നമുക്ക് ഒരു ട്രക്കിങ്ങിൻ്റെ ഫീൽ എടുത്ത് നമുക്ക് വരാൻ പറ്റും. ഇതിലെ കൂടെ നേരെ പൊട്ടിക്കുന്നുണ്ടാ ആ കാണുന്ന അമ്പലം. അപ്പം ഈ അമ്പലത്തിൻ്റെ ഈ ഒരു ഭാഗത്ത് മാത്രമേ ഇതുപോലെ കമ്പി കിട്ടിയിരിക്കുന്നത്. ബാക്കിയുള്ള സ്ഥലങ്ങൾ ഫുള്ളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ നടന്നു വരുന്ന കുറച്ച് സ്ട്രൈറ്റ്, കുറേ സ്റ്റെപ്പ് കാര്യങ്ങളൊക്കെ വരുന്നത്. ഈ ഒരു ഭാഗം മാത്രം ഇങ്ങനെ നോർമലി ഇങ്ങനെ വെട്ടിയിട്ടേക്കാം. ബാക്കിയെല്ലാം കൂടുതൽ സ്റ്റെപ്പും കാര്യങ്ങളും തന്നെ വരുന്നത്. ഈ തറയെന്നൊക്കെ കയറി വരുമ്പോൾ തന്നെ അടിപൊളി വ്യൂ ആണ്. കയറി വരുമ്പം തന്നെ കയറി വന്നു. പിന്നെ ഏറെക്കുറെ നല്ല രീതി കുരങ്ങന്മാരുണ്ട് ഇവിടെ. സോ അതിനെ തിന്നാൻ മേടിച്ചോണ്ടിരുമ്പോൾ ബാഗിൽ തന്നെ വെക്കാൻ നോക്കുക. കൊണ്ടിട്ട് ആക്രമിക്കത്തൊന്നുമില്ല, പക്ഷെ എന്നാലും ഇതിന് നമ്മളൊരു ചാൻസ് വെക്കുന്നത്. കാരണം അത്യാവശ്യം മര്യാദക്കാരാന്ന് തോന്നുന്നു. ബഹളമൊന്നുമില്ല, ആരും ചെയ്ത് ഞാൻ കണ്ടിട്ടില്ല. പിന്നെ നമ്മുടെ കയ്യിലൊക്കെ വല്ലതും ഇരിക്കുന്ന കണ്ടു കഴിഞ്ഞാൽ വല്ലതും ചെയ്താലോ. ഞാൻ പറഞ്ഞ മെയിൻ കാര്യം തന്നെ ഇതാണ്. അത്യാവശ്യം മഴക്കാറൊക്കെ ഉള്ളപ്പം നമുക്ക് അത്രയും വെയിലും കാര്യങ്ങളും സീൻ വരത്തില്ല. അത്യാവശ്യം നല്ല രീതിയിൽ പോകാൻ പറ്റും. ഇവിടെ അഡ്വഞ്ചറൊന്നും ഇല്ല എന്നൊരു മൈൻഡൊന്നും വേണ്ട. അഡ്വഞ്ചർ വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം. ഇതിൻ്റെ ഒരു കയറി വരുന്ന വഴിയുണ്ട്, കാറിലൊക്കെ വരുന്നിടത്ത്. അവിടെ നിന്ന് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇറങ്ങി കാണിച്ചു തരാം. ജസ്റ്റ് നോക്ക്. വേണമെന്നുണ്ടെങ്കിൽ അഡ്വഞ്ചറായിട്ട് പോകേണ്ടവർക്ക് പോകാൻ പറ്റും. ഓൺ യുവർ സേഫ്റ്റി. ഇറങ്ങി പോകുന്ന വീഴുക കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അത്യാവശ്യം അഡ്വഞ്ചർ ചെയ്ത് പോകാം. മൊത്തം പാറ കടികാറുണ്ട്. പിന്നെ സ്വന്തം ഓൺ റിസ്കിൽ പോകണം. അതായത് ഇവിടുത്തെ സേഫ്റ്റിയും കാര്യങ്ങളൊന്നും കാണത്തില്ല. ഓൺ റിസ്കിൽ പോവാം. കാരണം തീരെ അഡ്വഞ്ചർ ഇല്ല. അവർ വേണ്ടത് ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ മണ്ടയ്ക്ക് വീട്ടുകാരെ കൊണ്ട് അവിടെ വന്ന് വണ്ടി വിട്ട് കഴിഞ്ഞാൽ പോലും നിങ്ങൾക്ക് ഇറങ്ങണമെന്നുണ്ടെങ്കിൽ ഇറങ്ങി അഡ്വഞ്ചർ പോലെ ഇങ്ങനെ ഇറങ്ങിയതായി അത്യാവശ്യം മാച്ച് ചെയ്യാൻ നല്ല വ്യൂ ആണ് ഈ ഒരു സൈഡും. ഞാൻ ബാക്ക് ക്യാമറ കാണിച്ചു തരാം. വെയിറ്റ് നമ്മൾ ചാടി ഇറങ്ങി വന്നാലും ഇവിടുന്ന് വന്നിറങ്ങുന്ന അത്യാവശ്യം ഒരു നല്ല വ്യൂ ആണ്. ഇനിയും നമുക്ക് തറലോട്ട് ഇറങ്ങി പോവാം. പോകുന്നവരെ കാണും. അങ്ങോട്ടെല്ലാം നമുക്ക് നടന്നു പോകാം. അപ്പുറത്തെ വ്യൂ അത്യാവശ്യം നല്ലതാണ്. ഇതിലേക്ക് കൂടെ ഒന്ന് അമ്പലത്തിൻ്റെ വ്യൂ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. അമ്പലം കാണാൻ പറ്റൂലേ? ആ, കാണാനൊക്കെ പറ്റും. ഈ ഒരു വ്യൂ കിട്ടും. അതും ഫോണിൽ കാണുമ്പം കഴിഞ്ഞ വീഡിയോ പോലെ എനിക്കറിയില്ല എത്രയും ഇതായിട്ടും കാണാൻ പറ്റുമെന്ന്. ഡയറക്റ്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഫീൽ നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ. വരാതെ നിങ്ങൾക്കിപ്പോൾ വന്നു കഴിഞ്ഞാൽ എന്തായാലും എനിക്കെന്താ ഒരു കിട്ടിയ ഫീല് നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഇവിടെ ട്രക്കിങ്ങിന് ആൾക്കാർ വരുന്നുള്ളതിൻ്റെ റീസൺ വേണമെങ്കിൽ ഞാൻ കാണിച്ചു തരാം. അതുകൊണ്ട് കുറേ പേരുകളുണ്ടോ ഗൂഗിളൊക്കെ. ഇപ്പോൾ ആൾക്കാരൊക്കെ ഇറങ്ങി വരും. അത്യാവശ്യം സേഫ്റ്റി കാര്യങ്ങളൊക്കെ ആയിരിക്കും, അല്ലെങ്കിൽ ആൾക്കാരൊന്നും ഇങ്ങനെ വരില്ലല്ലോ. സേഫ്റ്റി തറയിൽ വീണ് കഴിഞ്ഞാൽ കല്ലൊന്നും തലയിടിച്ചില്ലെങ്കിൽ സേഫ്റ്റി ആയിട്ട് കാണുമായിരിക്കും. ഓ, ഇവിടുത്തെ വ്യൂ കൊള്ളാം. ഇത് അത്യാവശ്യം നല്ലൊരു വ്യൂ ആണ് ഇങ്ങോട്ട് ഇറങ്ങി വരുമ്പോൾ ഉള്ളത്. കാരണം ഇവിടെ ഇപ്പം ഈ മലകളുടെ ഏറ്റവും വലിയ പ്രത്യേകത ഏതെങ്കിലും ഒരു സൈഡിൽ ഒരു രണ്ട് കല്ലിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ചാടി ഇറങ്ങി പോകാൻ തോന്നും. സേഫ്റ്റി ആയിട്ട് തന്നെ പോവാം. മാക്സിമം റിസ്ക് എടുക്കാതിരിക്കുക. കാരണം ഇപ്പോൾ ഈ കാണുന്ന ഇതിലേക്കൂട്ട് ഇറങ്ങാൻ റിസ്ക് ആയിരിക്കും. എന്ന് പറഞ്ഞാൽ എനിക്ക് ഇതിലേക്കൂടെ തന്നെ ഇറങ്ങണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീഴും. അതേസമയം ഇവിടെ നിന്ന് മാറുന്നു അപ്പുറത്തോടാണെങ്കിൽ ഇറങ്ങി ചെല്ലാൻ പറ്റും. മാക്സിമം അങ്ങനെയുള്ള വഴികൾ നോക്കുക, പോയി എങ്ങനെ വീഴാതിരിക്കുക. അതൊക്കെ കാണിച്ചാൽ നമ്മുടെ സേഫ്റ്റി മുഖ്യമാണ്. സോ ഈ പറഞ്ഞ രീതിയിൽ ഇറങ്ങണമെന്നുണ്ടെങ്കിൽ ഇറങ്ങാം, ഡയറക്റ്റ് പോയി ഇറങ്ങാം. അതിൻ്റെ അപ്പുറത്തോടെ എന്തെങ്കിലും ഒരു വഴി, എന്തെങ്കിലും ഒരു കാര്യങ്ങൾ കാണും. ഒരാളവിടെ പോയിട്ടുണ്ടെങ്കിൽ പോകാനത്തിൻ്റെ ഒരു വഴി കാണുമല്ലോ. സോ നമ്മളൊത്തിരി റിസ്ക് എടുക്കാതെ നമുക്കൊന്നും പറ്റാതെ പോകാൻ പറ്റുന്ന രീതിയിൽ പോകാൻ നോക്കുക. യുവർ ഓൺ റിസ്ക്. അതും ഞാനായിട്ട് ആരെയും പറഞ്ഞതുപോലെ ഇറങ്ങിപ്പോയി നോക്കുക, കാണുക, വ്യൂ കാണുമെന്ന് പറയത്തില്ല. മണ്ടയ്ക്ക് ഒന്ന് വ്യൂ കണ്ടാൽ മതി, മണ്ടയ്ക്ക് നിന്ന് കണ്ടാൽ മതി. പിന്നെ ഇങ്ങനെ ഇറങ്ങണമെന്നുള്ളവർക്ക് വേണമെങ്കിൽ ഇറങ്ങാം. കാരണം അത്രയും വലിയ റിസ്ക് ആയിട്ടൊന്നുമില്ല. പക്ഷേ എടുക്കുന്ന നിങ്ങളുടെ ഓൺ റിസ്ക് ആയിരിക്കണം. കാരണം പിന്നെ നമ്മളത് കാണിച്ചില്ല എന്ന് പറയേണ്ടതുകൊണ്ട് നമ്മൾ ഇറങ്ങിയത്. ഞാൻ നോക്കിയും കണ്ടാണ് ഇറങ്ങുന്നത്, അത് വേറെ കാര്യം. ഞാൻ എൻ്റെ സേഫ്റ്റി നോക്കിയിട്ടേ ഞാൻ ഇറങ്ങത്തുള്ളൂ. ഇനി എന്തൊക്കെയായാലും നമ്മളിങ്ങനെ വരുമ്പം ഈ സ്റ്റൂളും കാര്യങ്ങളും ആളുവനൊക്കെ ഒന്നും ഇവിടെ ഇങ്ങനെ കാണത്തില്ല. ഇതെന്തോ ഉത്സവം, എന്താ കല്യാണം, എന്തോ പരിപാടി ഉണ്ടായിരുന്നു.
അതിൻ്റെ വഴിവെട്ടിലും കഴിഞ്ഞ് എല്ലാവരും പോയി. അതാണ് ആ വ്യൂ. കണ്ട ഏതാ വ്യൂ പോയിന്റ് സെറ്റിൽ. ഈ കസേര ഈ കിടക്കുന്നതൊന്നും നോക്കണ്ട, ഇതെല്ലാ ദിവസവും കാണത്തൊന്നുമില്ല. ഇതിവിടെ തോന്നുന്നു കല്യാണത്തിന് എന്തോ ഫംഗ്ഷനോ പരിപാടി ഉണ്ടായിരുന്നു, അപ്പം അതിൻ്റെ ഞാൻ തോന്നുന്നു. ഞാൻ പറഞ്ഞില്ലേ പണ്ടൊക്കെ വണ്ടിയുടെ വീട്ടിലെടുക്കാൻ വേണ്ടി വരുന്നു. ആ വ്യൂ ഉണ്ടോ വണ്ടിയുടെ? ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് വണ്ടിയുടെ ഒക്കെ എടുക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അടിപൊളി പിക്ക് എടുക്കാം. വണ്ടി പ്രഥമാർക്കും വരാം. അങ്ങനെ ഇതിനൊക്കെ ബാംഗ്ലൂരിൽ നിന്ന് ഇങ്ങോട്ട് വരണമെന്നുണ്ടെങ്കിൽ റൈഡ് ചെയ്ത് വരാം. നല്ല നല്ല ഫോട്ടോസ് കിട്ടും. ജസ്റ്റ് ഒരു എക്സാമ്പിൾ ഞാൻ വീഡിയോ എടുത്തപ്പോൾ ഞാൻ കാണിച്ചു തരാം വണ്ടിയുടെ. അപ്പോൾ അത്യാവശ്യം നല്ല നല്ല വീഡിയോസും കാര്യങ്ങളൊക്കെ വണ്ടിയുടെ ഫോട്ടോസ് നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. ഇപ്പോൾ റൈഡേഴ്സ് വന്നത് ഇതുപോലെ നിങ്ങൾക്ക് എല്ലാ വണ്ടികളും വെച്ച് വീഡിയോ എടുക്കാം. നമ്മൾ പെർഫെക്റ്റ് എടുക്കുകയെന്നല്ല, ചുമ്മാ നിങ്ങൾക്ക് ആ വീഡിയോയ്ക്ക് വേണ്ടി ജസ്റ്റ് നമ്മളൊന്ന് കാണിച്ചു തന്നൊരു എക്സാമ്പിൾ. ഇങ്ങനെ വീഡിയോ എടുക്കണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ എടുക്കാം. പക്ഷെ നല്ലൊരു വൈബാണ്. നിങ്ങൾക്ക് നടന്ന് കയറാൻ ഇതിലേക്കൂടെ നിങ്ങൾക്ക് കയറാം. കണ്ടോ, ഇതിലേക്കൂടെ കയറി അതിലേക്കൂടെ കറങ്ങി പോകും. വണ്ടിയിലാണെങ്കിൽ ഇങ്ങനെ കറങ്ങി കയറാം. നാട് പോലൊന്നുമല്ല, ഒരു ഓട്ടോയ്ക്കകത്ത് വരും മാക്സിമം 17 പേര് വരെ ചോദിക്കും. നിങ്ങൾ ജസ്റ്റ് അതിനകത്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ പുറകിൽ ഇരുത്താൻ ആളെ ഇരുത്താൻ സ്ഥലമുണ്ട്. അപ്പോൾ ആ രീതിയിലാണ് ഇവിടുത്തെ ഓട്ടോയും കാര്യങ്ങളും. ഇത് ഷെയർ ഓട്ടോ എന്ന് പറയും. നോർമൽ ഓട്ടോയ്ക്കകത്ത് അത്ര ആൾക്കാരെ കയറ്റത്തില്ല. അത് 2 പേരോ 3 പേരാണ്. വക്ലേരി എന്ന് പറയും. വക്ലേരി മാർക്കണ്ട ഹിൽസ് എന്ന് പറയും. അപ്പം നിങ്ങൾക്ക് ഇവിടെ വരണമെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ കോളാർ ബസ് സ്റ്റാൻഡിൽ വന്നിട്ട് ബസ്സിലാണെങ്കിൽ അവിടുന്ന് വക്ലേരി ബസ് പിടിക്കുക. ബസ് എന്ന് പറയുന്നത് മാളൂർ റൂട്ടാണ്. ബസ് ഒന്ന് അവിടെ ഇറങ്ങിയിട്ട് അവിടുന്ന് ഓട്ടോയിൽ വരാം. അല്ലാണ്ട് ബൈക്കോ കാറോ ആണെങ്കിൽ ഡയറക്റ്റ് ലൊക്കേഷൻ ഇട്ടുണ്ടെങ്കിലും വരാൻ പറ്റും. വലിയ ദൂരമില്ല, ഇതും ഏറെക്കുറെ അടുത്ത് തന്നെയാണ്. പിന്നെ അത്യാവശ്യം വൈബ് അടിക്കുന്ന ഒരു വൈബ്, ട്രക്കിംഗ് വൈബ് ആണെന്നുണ്ടെങ്കിൽ തറ വണ്ടി ഇട്ട് നടന്ന് കയറുന്നതായിരിക്കും നല്ലത്. അതും വീട്ടുകാരൻ അവർക്കൊരു വ്യൂ പോയിന്റിലെ കാല് കയറ്റാനെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് കാണണമെന്നുണ്ടെങ്കിൽ ബെറ്റർ കാറിലോ ബൈക്കിലോ വരുന്നതായിരിക്കും. മണ്ട വരഞ്ഞ് കയറി വരാൻ പറ്റും. സോ അപ്പോൾ നമ്മളിനി അടുത്ത സ്ഥലത്തോട്ട് പോകുന്നുണ്ട്. അപ്പം സബ്സ്ക്രൈബ് ലൈക്ക് കാര്യങ്ങളൊക്കെ ചെയ്യണം. പിന്നെ ഇവരെ ഞാൻ പറഞ്ഞു കണ്ടല്ലോ, നമ്മുടെ മോട്ടിവേഷൻ അതാണ്. സോ അടുത്ത വീഡിയോ കാണാം. ബൈ.